ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്തൊക്കെയാണ് വിശേഷം? നൗറമോൾ എന്താ വാടിയിരിക്കുന്നു? കൊയങ്ങിയ? കേൾക്കുന്നില്ലേ? നൗറൊക്കെ കേൾക്കുന്നില്ലേ? ഇത്തിരി ഓക്കെ, വെരി ഗുഡ്. ഇത്തിരി കൂടി അടുത്തേക്ക് വെച്ചോ ഫോണ്. താനിയ പോയ അപ്പോൾക്ക് താനിയ അമ്മാനെ വായിച്ചു അല്ലേ? അമ്മാനെ ഒന്നും കൂടി വായിച്ചായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ നേരെ ഉണ്ടായപ്പോ വായിപ്പിച്ചിരുന്നു. ഓക്കെ, നന്നായി വായിച്ചു. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഇനി ഒന്നും കൂടി വായിച്ചാണ്. ഇനി ഞാനൊന്ന് എഴുതിത്തരാം. ഇവിടെ മറ്റോരും കൂടി വരട്ടെ കേട്ടോ. താനിയ, സഹ്റ ഒന്ന് വായിച്ചോളും. ഞാൻ വായിപ്പിച്ചോണ്ട് ആദ്യം ഞാൻ എഴുതിക്കട്ടെ. താനിയ എവിടേക്ക് പോയി അപ്പോൾക്ക്? അമ്മാനെ വായിച്ചത് കേട്ടാ മോളെ? അമ്മാനെ വായിച്ച പോലെ വായിച്ചപ്പോ ബുദ്ധിമുട്ടില്ലാണ്ട് വായിക്കാൻ പറ്റൂട്ടാ. അന്ന് നമുക്ക് പുതിയ ഒരാളുണ്ട്, ഫേക്ക് എവിടെ? ഓഡിയോ ഓൺ ആക്കിക്കേ. ഓഡിയോ ആൻഡ് വീഡിയോ. ഓക്കെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്, മബ്രൂക്ക്, അഹ്ലൻ വസഹലൻ. ഇത് പുതിയ ആളാണ് കേട്ടാ. താനിയ ഉണ്ട്, നൗറ ഉണ്ട്, അമാന ഉണ്ട്. എന്തൊക്കെയാണ് ഫേക്ക് പേരില്ലേ? അല്ലേ? പേര് പറഞ്ഞൊന്ന്. ഫായിക്ക് മുഹമ്മദ് ഉണ്ടോ? അത് വെറും ഫായിക്ക് അല്ലേ? പുതിയ പേരാണ് കേട്ടോ, ഫായിക്ക്. ഓക്കെ. മദ്രസയിൽ പോയിട്ടുണ്ട് അതിനു മുമ്പ്? ഓക്കെ. ഏത് ക്ലാസ്സിലാ? രണ്ടിലെത്തിക്കണോ? മബ്രൂക്ക്. അപ്പൊ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയോ? കഴിയുമല്ലോ അല്ലേ? പറഞ്ഞിരുന്നു കഴിയുന്നു. ഓക്കെ ഇല്ലേ? എന്തിനും മറ്റിനും വായിക്കൂലേ? മാഷാ അല്ലാഹ്. ആരപ്പി വന്നേ? സഹ്റ. സഹ്റ. ഓക്കെ. സഹ്റ ഞാൻ അറ്റൻഡൻസ്. ഓക്കെ. ഓഡിയോ ഓൺ ചെയ്യേ? എല്ലാവരും ഓഡിയോ ഓൺ ആക്കിക്കോളിട്ടാ. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് പഠിക്കാം കേട്ടോ. സഹ്റ മോളെ കാണുന്നില്ലല്ലോ ശരിക്ക്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയാൽ മതി. ചുമരിന്റെ അടുത്തോട്ട് ഇരിക്കായിരുന്നില്ലേ? മോളെ ശരിക്ക് കാണുന്നില്ല. അപ്പൊ ശരി. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. പറഞ്ഞുതരാം. ഓക്കെ. പറഞ്ഞുതരാം മോനെ. അപ്പൊ നമ്മളെ സ്ക്രീനിലോട്ട് പോവാം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വായിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിത് വായിച്ചു തരാം. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി കേട്ടാ. അതിനു മുമ്പ് ഞാൻ എഴുതി തരാം. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഞാനൊന്ന് ആദ്യം നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ എഴുതുള്ളൂ. എനിക്ക് വായിക്കാൻ അറിയില്ല. നിങ്ങൾ വായിച്ചു തരണം കേട്ടോ. ഓക്കെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സഹ്റ, ഇപ്പൊ ആരും എഴുതണ്ട, സ്ക്രീനിൽ നോക്കിയാൽ മതി. നൗറിന്റെ കുറെ ദൂരെയാണല്ലോ സ്ക്രീന്. ഇന്ന് ആരാ? എയ്സ കേറാൻ പറഞ്ഞിരുന്നല്ലോ. എയ്സ എവിടെ പോയി? ഓക്കെ, നമുക്ക് തുടങ്ങാം. റഹ്മാൻ. പിന്നെ ഞാൻ എഴുതാണ്ട് വായിച്ചോളിട്ടോ. ഉറക്കെ വായിക്കണട്ടാ. വായിച്ചേ. ആരാ എഴുതാൻ പറഞ്ഞേ? ബുക്കൊക്കെ എടുത്ത് വായിച്ചേ. വെരി ഗുഡ്. അമ്മാന, നൗറമോൾ, വായിച്ചേ. ഫൈക്കിനതൊക്കെ അറിയില്ലേ? ഫൈക്ക്. ഓക്കെ. ഫൈക്കിനതൊക്കെ അറിയില്ലേ? വെരി ഗുഡ്. ഒന്ന് ഉറക്കെ വായിക്കണം. ഓക്കെ. ഇതെന്താ? വെരി ഗുഡ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. നമ്മളിപ്പോ ബാ പറഞ്ഞാൽ മതി. നമുക്ക് ബാ പറയണ്ടേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഒരു അലിഫ് അല്ലേ? അലിഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? അലിഫിന്റെ മുകളില് അകാരം ഉണ്ടാവില്ല, ഇകാരം ഉണ്ടാവില്ല, ഉകാരം ഉണ്ടാവില്ല അല്ലേ? ഇതൊന്നും ഉണ്ടാവില്ല. ഇതെന്തിനാ ഉപയോഗിക്കുക? ഈ അകാരത്തിന് നീട്ടാൻ, നീട്ടാൻ അല്ലേ?
വേറെന്താ ഒരു കാര്യം കൂടി പറഞ്ഞേ? അലിഫ്. ആ, ബാ നീട്ടാനാണ് നമ്മൾ അലിഫ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ താ താ എന്നൊക്കെ നീട്ടാൻ അല്ലേ? അകാരത്തിന് നീട്ടാനാണ് നമ്മൾ അലിഫ് ഉപയോഗിക്കുക. വേറൊരു കാര്യം പറഞ്ഞാൽ അലിഫിന് ശേഷം, അതായത് അലിഫിനോട് കൂടി നമ്മളൊന്നും എഴുതൂല അല്ലേ? അലിഫിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വര മാത്രമാണ് അല്ലേ? മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതുക ഒറ്റക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ താഴോന്ന് ഈ അക്ഷരത്തിൽ നിന്ന് മേലോട്ട് അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അലിഫിന് ശേഷം വേറൊരു ലെറ്റർ എഴുതൂല എന്ന് പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിന്ന് ബാനൊന്ന് നീട്ടി എഴുതല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ആ, ഇതിങ്ങനെ എഴുതിയാല് ഞാൻ സ്ഥലം തികയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എഴുതണം. ഇനി സ്ക്രീൻ മാറ്റുമ്പോൾ ഇതിന്റെ എഴുത്ത് അവിടെ ഉണ്ടാവും, സ്ക്രീന് വേറെ ഉണ്ടാവും. അതാണ്. ആ, വെരി ഗുഡ്. നവറുമോൾ നോക്കിയ. ആ, ഓക്കെ. ആ, എഴുതി വായിക്കേ. ആ, പിന്നെ നമ്മൾ വേറെ ഒന്ന് പഠിച്ചത്, നമുക്ക് ബീന്ന് നീട്ടണ്ടേ? അപ്പൊ നമ്മൾ എന്താ ഒരു അക്ഷരം പഠിച്ചേ ബീനെ നീട്ടാൻ? യാ. ആ, ഓക്കെ, യാ. ആരെന്റെ അതിൽ എഴുതണു? അയിനം എന്റെ സ്ക്രീനിൽ എഴുതുന്നു, സ്ക്രീനിൽ എഴുതല്ലേ? അപ്പൊ അതിന് നമ്മൾ ഈ ഗാരത്തെ നീട്ടാൻ നമ്മളൊരു താറാവിനെ വരച്ചു അല്ലേ? താറാവിന്റെ തല അതങ്ങനെ ഒരു എസ് പോലെ ഇട്ട്, ഉടല് വെള്ളത്തിൽ കിടക്കുന്നത് പോലെ വരച്ചു, രണ്ട് കാല് രണ്ട് ഡോട്ട് ഇട്ട് കൊടുത്തു അല്ലേ? ഇതല്ലേ നമ്മൾ പഠിച്ചത്? ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇതിന് ഒറ്റക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, അതേപോലെ ലാസ്റ്റ് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതും അല്ല? ലാസ്റ്റ് മീൻസ് അതിനുശേഷം പിന്നെ ഒരു അക്ഷരം ഇല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. അതുകൊണ്ടാണ് നമ്മൾ ബി ആ ബി എഴുതിയപ്പോ അത് ബാ ബി എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ? നേരെ മറിച്ച് ബി കഴിഞ്ഞിട്ട് വേറൊരു അക്ഷരം ഉണ്ട് വിചാരിക്കാം. യാക്ക് ശേഷം വേറെ അക്ഷരം ഉണ്ടെങ്കിൽ നമ്മൾ യാൻ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. ആദ്യോ അല്ലെങ്കിൽ അതിനുശേഷം വേറെ അക്ഷരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ? ഇങ്ങനെ ഇട്ടാലും എന്താ വായിക്ക? യാ അല്ലെ? ഇങ്ങനെ ഇട്ടാലും യാ അല്ലെ? എന്താണ് സഹ്റ ഒന്നും പറയാത്തെ? നവറ ഓഡിയോ ഓണാക്കിയേ. ഫൈക്കിന് അറിയുന്ന കാര്യങ്ങൾ പറയണം കേട്ടാ. ഓക്കെ, അപ്പോ നമ്മള് യാന്റെ പ്രത്യേകത ഒന്ന്, യാ. ആ, യാന്റെ മേലെ ആകാരടും യാ വായിക്കും, താഴെ ഇട്ടാല് ഈ വായിക്കും, ഇങ്ങനെ വളഞ്ഞ സിമ്പൽ ഇട്ടാല് യു വായിക്കും അല്ലേ? അലിഫിന് പക്ഷെ ഇതൊന്നും ഉണ്ടാവില്ല പറഞ്ഞില്ലേ? അലിഫിന് ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷെ യാക്ക് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അലിഫ് നീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. യാ പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾക്ക് അറിയാം, വവൽസ് എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും അതിന്റെ പേരൊക്കെ കേട്ടോ. അപ്പൊ നമ്മൾ ബീനെ നീട്ടാൻ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞു അല്ലെ? ബി. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബീക്ക് ശേഷം ഇപ്പൊ ബി കഴിഞ്ഞിട്ട് വേറൊരു അക്ഷരം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? അയിനം. ആ, വന്നല്ലോ അയിനം. അയിനം നേരത്തെ ഉണ്ടെന്നില്ലേ? അല്ല, അയിനം ഇപ്പൊ വന്നതല്ലേ? അയിനം ഇന്ന് വായിക്കാൻ പഠിക്കും. ഇങ്ങോട്ട് നോക്ക്, ഇന്ന് ഞാൻ വായിപ്പിക്കും. എല്ലാവരും ശ്രദ്ധിച്ചോളി, ഇന്ന് വായിപ്പിക്കും, ഓരോരുത്തരെ വായിപ്പിക്കും ഇൻഷാ അള്ളാ. അമ്മാനിപ്പോ വായിച്ചു തന്നു കേട്ടോ. നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ നേരത്തെ തുടങ്ങി. അപ്പോ ഇതിന് ശേഷം നമ്മളിപ്പോ ബീത്തു എന്നാണ് എഴുതണമെന്ന് വിചാരിച്ചോ? ബീനെ നമുക്ക് നീട്ടും വേണം, അത് കഴിഞ്ഞ് നമുക്ക് തൂ എഴുതും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതട്ടോ. യാഇനെ ഇതങ്ങനെ എഴുതട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ല എഴുതുക, നമ്മൾ ഇങ്ങനെയാണ് എഴുതുക അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ബീ ഇടും, പിന്നെ നമ്മൾ തൂടും അല്ലെ? പിന്നെ തൂടും. അപ്പൊ ഇതെന്താ വായിക്കുക? ബീത്തു. അതിന്റെ അപ്പുറത്തൊരു യാ കൂടി ഇട്ട് കൊടുത്താല് യബീത്തു. അങ്ങനെയാട്ടോ. അപ്പൊ വായിക്കുമ്പോ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇപ്പൊ തന്നെ പറയുന്നത് കേട്ടോ. വെരി ഗുഡ്. ആരപ്പ എന്റെ സ്ക്രീനിൽ വരച്ചിരുന്നു? ഒക്കെ പോയി. വെരി ഗുഡ്. ആ, ഓക്കെ, ശരി. നിങ്ങൾ സ്ക്രീനിൽ വരച്ചാൽ ഇങ്ങനെ ഒരേ അബദ്ധം പറ്റൂട്ടോ. സ്ക്രീനിൽ വരക്കല്ലേ. ഇപ്പൊ ബുക്കിൽ ഇതിന്റെ സ്ക്രീൻ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ ബുക്കിൽ എഴുതൊന്നും വേണ്ട കേട്ടാ. ഓക്കെ, സഹറ വായിക്കട്ടാ ഞാൻ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ബി എഴുതാം അല്ലെ? അപ്പൊ ഇത് ബാ, അടുത്തത് ബി. ഓക്കെ, ഇനി എന്താണ് നമ്മള് ബൂ. ബൂനെ നീട്ടാൻ നമ്മൾ എന്താ പഠിച്ചേ? വാവ് അല്ലെ? വാവ് എങ്ങനെ എഴുതാ? ആ ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് പഠിച്ചിട്ട് നമ്മള്. അപ്പൊ നമ്മൾ ആറിന്ന് തുടങ്ങിയിട്ട് ഒരു കുഞ്ഞ് റൗണ്ട് അല്ലേ താഴോട്ട് വരച്ചു അല്ലേ? വാവിന്റെ പ്രത്യേകത എന്താണ്? അതാവോ താനിയ, എന്താണ് ഇപ്പൊ കയ്യില്? പെന്നാ? ഓക്കെ,
ഈ വാവിന്റെ പ്രത്യേകത വാവിന് ശേഷം ഒന്നും എഴുതൂലല്ലേ, ഇതിനൊന്നും എഴുതൂലല്ലേ, അതല്ല എങ്ങനെ പഠിച്ചില്ല, അലിഫിന്റെ പോലെ തന്നെ വാവിന് ശേഷം ഒന്നും എഴുതൂലല്ലേ. പക്ഷെ അലിഫിന്റെ പോലെ അല്ല, എന്താണ് വാവിന്റെ മേലെ അകാരട്ടാലും എന്താ, അവള് കുറെ ബാക്കിലാണ്, അവളുടെ അടുത്തോട്ട് വെച്ചു കൊടുക്കും, സഹ്റാന്റെ ക്യാമറ അടുത്തോട്ട് വെച്ചു. ഇപ്പൊ ചുമരുമ്മ ഇങ്ങനെ വെക്കുക, ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, ഇതാ അതേപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ ആയ ചെറിയ സ്ക്രീൻ ആവും, ഇങ്ങനെ ആയ വലുതാവും. വീഡിയോ ഒക്കെ ഓണാണ്. പക്ഷെ കുട്ടികളുടെ അടുത്തേക്ക് വെക്കണം, എന്നാൽ അവര് പറയുന്നത് എനിക്ക് കേൾക്കുള്ളൂ. ഓക്കെ. അപ്പോ വാവിന്റെ പ്രത്യേകത, വാവിന്റെ മേലെ അടയാളം ഇട്ടാല് വാ വായിക്കും, താഴെ ഇട്ടാല് വി വായിക്കും, ഇതാ ഈ കർവ്ഡ് സിമ്പിൾ ഇട്ടാല് വു വായിക്കും അല്ലേ. ഓക്കെ വെരി ഗുഡ്. അപ്പൊ വാവിന് ശേഷം കൂട്ടി എഴുതൂല അല്ലേ, ഒന്നും എഴുതൂല, ഇങ്ങനെ ഒറ്റക്ക് എഴുതും. പക്ഷെ മുമ്പിൽ എഴുതട്ടോ, ഇവിടെ ബാ എഴുതട്ടോ, പക്ഷെ ശേഷം എഴുതൂല അല്ലേ. അതേപോലെ നമ്മളിപ്പോ വാക്ക് മേലെ ഇട്ടിട്ട് നമ്മൾ വാവിന് നീട്ടണമെങ്കിലോ, വാ എഴുതണമെങ്കിൽ ഇങ്ങനെ ഇടുക കേട്ടോ, വാ അല്ലെ. നമ്മൾ ബാ എഴുതിയ പോലെ, ബാ എഴുതിയപ്പോ നമ്മളിങ്ങനെ മേലോട്ട് വരട്ടിട്ട് ഒരുമിച്ച് എഴുതിയില്ലേ, വാവിന്റെ കൂടെ ശേഷം ഒരുമിച്ച് എഴുതാൻ പറ്റാത്തതുകൊണ്ട് രണ്ടും വെവ്വേറെ എഴുതി. ഇതിന് നമ്മൾ വായിക്കുക വാ കേട്ടോ. ഓക്കെ, അവിടേക്കൊക്കെ നമുക്ക് എത്താം. അപ്പൊ തൽക്കാലം നമ്മൾ ബൂ ആണ് പഠിക്കണേ. ഓക്കെ, അതാ അപ്പൊ നമ്മള് ബൂ എഴുതി, ബൂവിനെ നീട്ടാൻ ഓ ഇങ്ങനെ കേട്ടോ. ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് പഠിച്ചില്ലേ, നമ്മൾ ആദ്യം ഇങ്ങനെ 12 ഇങ്ങനെ ഇങ്ങനെ സൂചി പോയി 3 ഇങ്ങനെ റൗണ്ടായിട്ട് എഴുതാൻ പഠിച്ചില്ലേ, അതേപോലെ നമ്മൾ 6 ഇങ്ങനെ വന്ന ഒരു കുഞ്ഞി റൗണ്ട് ഇങ്ങനെ താഴോട്ട് വാവിന്റെ ഐഡന്റിറ്റി ഇതാണ് കേട്ടോ. ഓക്കെ, അതാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വായിച്ചു, ബൂ വായിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം. വായിച്ചത് എന്താ എഴുതിയതെന്ന് വായിച്ചേ. അയിനം എന്താ സ്വപ്നം കാണണേ, വായിച്ചേ. ദാ ഇത് ദാ അത് ആ വെരി ഗുഡ്. മാഷാഅല്ലാ, മബ്രൂക്ക്. അപ്പൊ നമ്മള് ബാ ബീ ബൂ പഠിച്ചു അല്ലേ. ഇനി അടുത്തതൊക്കെ വേഗം എഴുതാം അല്ലേ. അടുത്ത എഴുതട്ടെ. അടുത്തത് എന്താ നമ്മൾ പഠിച്ചേ, 2 ഡോട്ട് മുകളിലിട്ടാല് വേഗം വായിച്ചോളി. വെരി ഗുഡ്. വെരി ഗുഡ്, മാഷാഅല്ലാ, മബ്രൂക്ക്. ഏയ്സ എവിടെ പോയി, വേഗം വാ, ഓഡിയോ ഓണാക്കിയിരുന്നേ. എഴുതണ്ട ഏയ്സ, സ്ക്രീനിൽ നോക്കിയാൽ മതി. ഏയ്സ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളല്ല, അവൾ ഇന്നലെ ലീവ് ആയതുകൊണ്ട് ഇന്ന് കയറിയതാട്ടോ, വേറെ ബാച്ചിലെ കുട്ടിയാ. ഓക്കെ ഏയ്സ, ഇത് പുതിയ കൂട്ടുകാരാട്ടോ. നമ്മള് എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ എന്നും എന്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാരല്ല, അതാ അവിടെ ഫേക്ക് ഉണ്ട്, ആള് പുതിയ ആളാണ്, മറ്റേ സഹ്റ, അയിനം ഒക്കെ ഒന്ന് കൈ കാണിച്ചു കൊടുത്താണ്. ഏയ്സ കാണുന്നുണ്ടാവില്ലല്ലേ സ്ക്രീനിൽ അവരിനെ. ഇല്ല ഏയ്സക്ക് കാണാൻ, ഏയ്സക്ക് ഇന്റെ സ്ക്രീൻ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ത തി തു. ഇനി അടുത്തത് ഇത് വായിച്ചേ, വേഗം വായിച്ചോളൂ. എന്താരും വായിക്കാത്ത, ബി അല്ല, 2 ഡോട്ട്. ആയിഷ വന്നോ. തീ തൂ, ആദ്യം താ പറഞ്ഞില്ല, താ തീ. വെരി ഗുഡ്. അടുത്തത് എന്താണ്, 3 ഡോട്ട് അല്ലേ. വെരി ഗുഡ്. ഗുഡ്. മാഷാഅല്ലാ, ബറകല്ലാഹു ഫീക്കും.
എന്നോട് എന്തേലും പറയുന്നുണ്ടാ? ആ ആ വെരി ഗുഡ്. ആ വെരി ഗുഡ്. വെരി ഗുഡ്. എല്ലാവരും ഫേക്ക് ഫേക്ക് ഫേക്കോ ഫായിക്കോ എന്റെ പേര് കിട്ടുന്നില്ല. ഫായിക് വായിച്ചൂടെ? സീസു. ഇന്ന് പിന്നെ പേരൻസ് ഒന്നും പറഞ്ഞു കൊടുക്കരുത്, ഇവർ ഒറ്റക്കാ വായിക്കണം കേട്ടാ. ഇന്ന് ഒറ്റക്ക് വായിക്കണ ഡേ ആണ്, ഇന്ന് റിവിഷൻ ആണ്. ആ ഇനി ഇത് വായിച്ചേ. ആ ആ വെരി ഗുഡ്. ഇത് ഒറ്റക്ക് എഴുതുമ്പോ അത് ഇത്തിരി ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അല്ലേ, ഒരു വയറൊക്കെ ആയിട്ട് സ്റ്റൊമക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുതുക അല്ലേ. പക്ഷെ അതേപോലെ ലാസ്റ്റിലും നമ്മൾ യാന്റെ കൂട്ടം പറഞ്ഞ പോലെ ലാസ്റ്റിലും ഇപ്പൊ നമ്മള് ബീനു എന്നൊക്കെ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ബത്തന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ബത്തന. അപ്പൊ ബ ത ന അല്ലെ, അതിന്റെ ഷേപ്പിന് ഇത്തിരി വ്യത്യാസമുണ്ട് അല്ലെ. ബ ത ന. ഓക്കെ. ഒറ്റക്ക് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതും, ലാസ്റ്റ് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതും. യാന്റെ പോലെ തന്നെ കേട്ടോ. യാവും ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ എഴുതും, ലാസ്റ്റിൽ എഴുതുമ്പോഴും ഇങ്ങനെ എഴുതും അല്ലേ. പക്ഷെ ഈ നാക്ക് ശേഷം വേറെ അക്ഷരം ഉണ്ടെങ്കിൽ സദാ ഇതേപോലെ തന്നെ എഴുതും അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതാം. മുകളിൽ ഡോട്ട് കണ്ടാൽ അത് ഞാ ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ്റെ ഐഡന്റിറ്റി മുകളിലെ ഡോട്ടാണ് അല്ലേ. പക്ഷെ ഈ യാ അതേപോലെ ഫസ്റ്റിലോ അല്ലെങ്കിൽ നടുവിലൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഐഡന്റിറ്റി താഴെ 2 ഡോട്ട് കേട്ടോ. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നീ നൂ പഠിച്ചു. ഇനി ഞാനെ നമുക്ക് നീട്ടണ്ടേ. നീട്ടുമ്പോൾ നമ്മൾ സദാ ഷേപ്പിൽ എഴുതും. എന്താ സദാ ഷേപ്പിൽ എഴുതാൻ കാരണം? ആ നാനക്ക് ശേഷം വേറൊരു അക്ഷരം വന്നു, അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ എഴുതും അല്ലേ. അപ്പൊ നമ്മളിതിനെ വെരി ഗുഡ് അലിഫ് ഇട്ട് കൊടുത്തു അല്ലേ. അപ്പൊ നീ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും വായിക്കണം കേട്ടോ. സഹറമോൾ എല്ലാവരും വായിക്കാം. അയിനം നൗറ എല്ലാവരും വായിക്കുക. എഴുതണ്ട, ഇപ്പൊ എഴുതണ്ട, അതിൽ നോക്ക്. പിന്നെ ഞാൻ വെരി ഗുഡ്. ഇനി പിന്നെ എന്താ പഠിച്ചേ? ഇനി അലിഫ് വേണ്ട, അലിഫിന് പിന്നെ അത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ യാ എഴുതാം അല്ലേ. ഇനി യാ എഴുതാൻ അറിയാത്തവർ ആദ്യം എസ് ഇടുക, പിന്നെ വരക്ക. ഓക്കെ. യാ വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഇതെന്താ വായിക്ക? വെരി ഗുഡ്. യാ. അപ്പൊ യാക്ക് ശേഷം ഓക്കെ. രണ്ടും ഒന്നാണ്. ഓക്കെ, ഇത് രണ്ടും ഒന്നാണ്. അതിനെ നമ്മൾ നീട്ടി എഴുതുമ്പോ ഇങ്ങനെ തന്നെ. അപ്പൊ അതിനുശേഷം അക്ഷരം വന്നാൽ നമ്മൾ ഇങ്ങനെ എഴുതാ പറഞ്ഞില്ലേ, നാ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഇതിനെ യാ വായിക്കൂലേ. വീണ്ടും യാ എഴുതിയിട്ട് കണ്ടോ, ലാസ്റ്റ് വന്നപ്പോ യാനെ നമ്മൾ താറാവിനെ പോലെ എഴുതി അതിന്റെ അടിയിൽ ഡോട്ട് ഇട്ടു. അപ്പൊ ഈ വായിച്ചു ഓക്കെ വെരി ഗുഡ്. അയ്യോ വെരി ഗുഡ്. ഇനിയിപ്പോ എനിക്ക് എഴുതാൻ സ്ഥലല്ലേ, അവിടെ എന്താ വേറൊരാൾ വന്നെടുക്കുന്നു. ഓക്കെ. ഇപ്പൊ ഞാൻ എഴുതുന്ന കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ. വാന്ന് എഴുതണമെങ്കിൽ ഇനിയിപ്പോ എന്താ എഴുതണ്ടേ? അലിഫ് അല്ലെ. അപ്പൊ എന്താ വായിക്ക? വാ. എന്റെ ഉച്ചാരണം എങ്ങനെ? ഇതാ ചുണ്ട് കൂർപ്പിച്ചിട്ട് വാ വാ. എങ്ങനെ വെച്ചിരിക്കാം മോനെ? സാക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. സാ പറയുമ്പളേ നമ്മളെ ഈ മുകളിലെ പല്ലില്ല, അതായത് ഈ നാവ്
ആ ഈ മുകളിലെ പല്ലിന്റെ ആ സ ആ സ അത് ശ്രദ്ധിക്കണം ട്ടോ. സ ആ സ ആ അതേപോലെ വ പറയുമ്പോ വ വ ചുണ്ട് ഇങ്ങനെ സർക്കിൾ ആക്കിയിട്ട് പറയണം കേട്ടോ. വ എവിടെ ആ അടുത്തത് എന്താ എഴുതിയത് വായിച്ചേ? ആ വെരി ഗുഡ്, മാഷാ അല്ലാ, മബ്രൂക്ക്. ആ ഗുഡ്, ഓക്കെ. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ വേർഡ് എഴുതണം അല്ലേ? ഇത് ഈ സ്ക്രീനിൽ എനിക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ മാറ്റി കഴിഞ്ഞാൽ ഈ എഴുത്ത് അവിടെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എന്താ അറിയോ, നമുക്കിനി ബാബാന്ന് എഴുതണം എന്ന് വിചാരിക്കുക. ബാബാ. അപ്പൊ നമുക്ക് ആദ്യം എന്താ എടുക്കണ്ടേ? അപ്പൊ നമ്മൾ ഈ ബാ ഇതാ ഇതല്ലേ ബാ. അപ്പൊ നമ്മൾ ഇതിനെടുത്തു അല്ലേ? ഇതിനെടുത്തിട്ട് ഇവിടെയാണ് ഞാൻ എഴുതണ, കാണുന്നില്ലേ? ആ വീണ്ടും ബാ എഴുതണം. നമ്മൾ വീണ്ടും നൗറ 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 ഇങ്ങോട്ട് നോക്കിയേ, ബാബ എഴുതി പഠിക്കാൻ നോക്കിയേ. ബാ ബാ അല്ലേ? ബാ ബാ ഇതേതാണ്? നമ്മൾ ഈ അക്ഷരം 2 പ്രാവശ്യം എഴുതിയപ്പോ ബാബാ കിട്ടില്ലേ? അപ്പൊ ആരാ എഴുതാൻ ബുദ്ധിമുട്ടാന്ന്? ഇപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ. എഴുതിയില്ലേ? നിങ്ങൾക്ക് അക്ഷരം ഒരുമിച്ച് എഴുതിയപ്പോ കൂട്ടി എഴുതിയല്ലേ? ഇനി അടുത്തത് എഴുതി തരാം. ഇനി നമുക്ക് യതൂബു എഴുതണം. അപ്പൊ യാ എവിടെ ഇതില്? എവിടെ പോയി? ഇതാ യാ. ഈ യാ എടുക്കണം അല്ലേ? അതായത് യാ തൂ. അപ്പൊ യാക്ക് ശേഷം അക്ഷരം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ യാ എടുക്കണം. യാക്ക് ശേഷം അക്ഷരം ഇല്ലെങ്കിലാണ് നമ്മൾ ഈ യാ ഉപയോഗിക്കുക അല്ലേ? അപ്പൊ നമ്മൾ ഈ യാന് എഴുതി. യതൂബു എന്നാണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ യാ എടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? തൂ വേണം. തൂ എവിടെ? എവിടെ? ഇതാ. അപ്പൊ നമ്മള് തൂ കണ്ട, ഞാൻ റൗണ്ട് ഇടുന്ന കാണുന്നില്ലേ? അപ്പൊ നമ്മള് ആ യതൂ എടുത്തു അല്ലേ? എന്നിട്ട് നമ്മള് ബൂ എടുത്തു. യതൂബു. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ആ ഇനി അടുത്തത് ഞാൻ എഴുതാം. അത് നിങ്ങൾ വായിക്കണം കേട്ടോ. ഇവിടെ എഴുതാം. വായിച്ചേ. ബ സാബ സാബ. വെരി ഗുഡ്. അടുത്തത് അടുത്തത് ആ എന്താ വായിക്കാതെ? യ യ യ. ആ യാ. ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ് ഇതൊക്കെ മായ്ക്കാം. ഇനി എഴുതാം. ആ ഇതാ ഇതാ ഇതൊന്ന് ഒത്തിരിയും കൂടി വലുതാക്കി എഴുതാം. ഇതാ ഇവിടെ കേട്ടോ എഴുതുന്നേ. ഇതാ വായിച്ചേ. നമുക്ക് താക്ക് 2 ഡോട്ട്. താന്റെ 2 ഡോട്ട് മുകളിലാണ്. ആ എത്തു. അപ്പൊ കൺഫ്യൂഷൻ വരുന്നത് എന്താണ്? താന്റെ ഡോട്ട് മുകളിലും യാന്റെ ഡോട്ട് താഴെയാണ് കേട്ടോ. അതാണ് താ വായിച്ചപ്പോ യതൂബു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തൊന്ന് എഴുതി തരാം. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ എഴുതാൻ പഠിഞ്ഞില്ലേ? അടുത്തത് ഇതാണ്. ഇനി ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഇതെന്താണ്? യാ യാ യാ.
ആ ആ എബീനു ആവശ്യക്കാരെങ്കിലും പറഞ്ഞെന്നാ പേരൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവരൊറ്റക്ക് വായിക്കട്ടെ എന്നാൽ യബീനു എങ്ങനെ യബീനു വായിച്ചത് ബീക്ക് നീട്ടാന് കണ്ട യാന്റെ ഷേപ്പ് ഇങ്ങനെ ആയത് എന്തുകൊണ്ടാ യാക്ക് ശേഷം വേറെ അക്ഷരം വന്നതുകൊണ്ട് നമ്മൾ പഠിച്ചില്ല ഇങ്ങനെയാണ് എഴുതുക പറഞ്ഞില്ലേ അപ്പൊ യബീയ അങ്ങനെ എഴുതിയപ്പോ യബീനു പഠിച്ചു അല്ലേ ഓക്കെ അപ്പൊ ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പൊ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആവർത്തിച്ച് വായിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും അപ്പൊ ഞാൻ ഒന്നും കൂടി എഴുതാം യ ബീ നു യാ ബി ബി എഴുതി ബീനെ നീട്ടാൻ വീണ്ടും യാ എഴുതി നു യബീനു വെരി ഗുഡ് വെരി ഗുഡ് ഇനി അതേപോലെ ഒന്നും കൂടി എഴുതി തരാം അത് വേഗം വായിക്കണം കേട്ടോ ഒറ്റക്ക് വായിക്കണേ വായിച്ചോളൂ അത് താന്ന് വായിക്കാൻ കാരണം നിങ്ങൾ 2 ഡോട്ട് കണ്ട പക്ഷെ ഡോട്ട് താഴെ ആവുമ്പോ യാ വായിക്കുക മുകളിലാവുമ്പോ ത അല്ലെ അപ്പൊ യബീതു ഓക്കെ വെരി ഗുഡ് ഓക്കെ അപ്പൊ ബാങ്ക് കൊടുക്കണ്ട അപ്പൊ ഒരു മിനിറ്റ് ട്ടാ ബാങ്ക് കൊടുക്കുമ്പോ എന്താ പറയണ്ടേ ബാങ്ക് കേട്ടാല് ബാങ്ക് എന്താ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയണ്ടേ നമ്മളും പിന്നെ ഹയ്യ അലസ്വലാ പറയുമ്പോ നമ്മള് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഹയ്യ അലസ്വലാ പറയുമ്പോഴും ഹയ്യ അലൽ ഫലാ പറയുമ്പോഴും കേട്ടോ അല്ലാത്തുമ്പോഴൊക്കെ അവര് പറയുന്നത് മാത്രം അപ്പൊ ഇനി വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിച്ചോളി അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അടുത്ത നോക്കാം അപ്പോ ഇനി അത്രക്ക് മതി ഇനി നിങ്ങൾക്കുള്ള വായിക്കാം അല്ലേ കാരണം ഇനിയിപ്പോ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നുമില്ല ഒരു വാക്കും കൂടി ഞാൻ വായിച്ചുതരാം എഴുതി തരാം
ഓക്കെ. ഓക്കെ, ഇതും കൂടി ഒന്ന് വായിച്ചേ. എല്ലാരും പോയ പഠിച്ചോനെ. സഹറ അവിടെ പോയി? സഹറ, ഇത് വായിച്ചേ. എന്റെ കൊടി ഓണല്ലേ? ബാ അല്ല. ഇതാ ഇവിടെ എഴുതി. ഇതെന്താ? ഇത് ബാ എന്നാണോ? ഇതാ റൗണ്ട് ഇട്ടത്. ഇതാ ഇവിടെ തന്നെ എഴുതി തരാം. ഇതെന്താ? വായിക്ക്. പറ. എന്താ? ബാ. നീട്ടണ്ട. ബാ. ഇതാണ് ബാ അല്ലെ? അപ്പൊ ഇത് ബാ. പിന്നെ ഇതെന്താ? ഞാ. ഓക്കെ, വെരി ഗുഡ്. ബന. ഓക്കെ. അതിന് അടുത്ത താഴെ ഇതുണ്ടോ? ഇത് മൂന്നും ബനി. ഇപ്പൊ ഞാൻ റൗണ്ട് ഇട്ടിരുന്നതാ. ഇത് മൂന്നും വെച്ചിട്ട് അതിന്റെ മുമ്പ് ബാ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ബനി. ഓക്കെ. ഇനി ആ വെരി ഗുഡ്. ഓക്കെ. ബനി, ബന, ബനു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഒന്നും കൂടി എഴുതി തരാം. അതും കൂടി വായിച്ചാൽ നമുക്ക് മറ്റേ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. ഇത് വായിച്ചേ. ആ ആ നീട്ടല്ല. അവിടെ മേലെ അകാരം ഇട്ടിക്കണു. അപ്പൊ ബുനിയ. എന്താണ്? ബുനിയ. ഓക്കെ, ഇനി ഇത് വായിച്ചേ. ഇത് വായിച്ചേ. ഉം ആ ബ സബ. അപ്പൊ ഇപ്പൊ ഇന്ന് എഴുതിയതുണ്ടല്ലോ, ഇത് നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. ബ ബി ബു. ബ ബി ബു. ത തി തു. ത തി തു. സ സി സു. സ സി സു. ഇതെന്താണ്? ന നി നു. നാ നീ നു. യ ഇ യു. യാ ഈ യു. പിന്നെന്താണ്? വ വി വു. വാ വി വു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂട്ടി എഴുതാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പൊ നമുക്കിന്ന് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ഇനി ആരാ ആദ്യം വായിക്കണേ? പറഞ്ഞേ. ഞാന്. ആരാണ്? അമാന. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഇതിന്റെ ഇടയിൽ എന്തോ ഒരു സ്ക്രീൻ വന്ന് എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കട്ടെ ഞാൻ. അത് പോയി ഇപ്പോ. ശരിയായി. ഒരു മിനിറ്റ്. ശരിയായിട്ടില്ല. കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ബാങ്ക് കൊടുത്താ? ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഒന്നല്ലോ. ഇനിയിപ്പോ എന്താട്ട്? അപ്പൊ ശരിയായി. ഓക്കെ.
ഓക്കെ, ഇനി അമ്മാനെ വായിച്ചെന്നാ. ബാബ അമ്മാനെ വായിക്കുമ്പോ എല്ലാവരും നോക്കിട്ടോ, എന്നാലേ നമുക്ക് വായിക്കാൻ കിട്ടുള്ളൂ. ബാ ബാ ഓർക്ക വായിക്കാം. ബാബ ഒരു മിനിറ്റ് കുട്ടി. ഞാനിങ്ങനെ അടയാളം താഴെ കാണിക്കട്ടെ. അവിടെ വായിച്ചോ, വായിച്ചോ. ഇനി വായിച്ചോ. ബാബ വെരി ഗുഡ്. യത്തൂബു വെരി ഗുഡ്. സാബ മബ്രൂക്ക്. യസൂബു യസൂബു. വെരി ഗുഡ്. അമ്മാനെ വായിക്കുന്ന ശ്രദ്ധിക്ക് ബാക്കിയുള്ളവർ കേട്ടോ. എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വായിച്ചു തരണം. സവാബ അല്ല, സവാബു ഗോ. വെരി ഗുഡ്. ബാ ബാ ബാബി ബാബി. വെരി ഗുഡ്. വാന. ഓക്കെ, അമ്മാനെ വായിക്കുന്ന മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ മതി. അവർ കൂടെ വായിക്കല്ലേ കേട്ടാ. കൂടെ അങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ വായിക്കാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. യബീനു. വെരി ഗുഡ്. നാബ. വെരി ഗുഡ്. അല്ല. യനൂബു വെരി ഗുഡ്. വെരി ഗുഡ്. ഐനം അമ്മാനന്റെ കഴിഞ്ഞിട്ട് വായിക്കാം. ഐനമിന് കേട്ടോ. യബീതു. വെരി ഗുഡ്. അല്ല ബാ അല്ല, ബാന ബന. വെരി ഗുഡ്. ബാ ബാനി ബാ നീട്ടല്ല. ബനി. വെരി ഗുഡ്. മാഷാഅല്ലാഹ്. മബ്രൂക്ക്. ബാനു ബനു ബനു. വെരി ഗുഡ്. സാബി അല്ല, ഞാണ്. സാനി. വെരി ഗുഡ്. അപ്പൊ ഞാവും ബാവും കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. ഓക്കെ, അല്ല, മുകളിൽ വരാം. വെരി ഗുഡ്. ഇനി കൂട്ടി വായിക്കും. രണ്ടും വായിച്ചോക്കാം. യുസാ. വെരി ഗുഡ്. നീട്ടിക്കോ. നീട്ടണം. സുബൂ. വെരി ഗുഡ്. അടുത്തത്. ഇതെന്താ അക്ഷരം? ഇതിപ്പോൾ പഠിച്ചിട്ടില്ലല്ലോ. മുകളിൽ ഡോട്ട് ഇട്ട ഞാ, താഴെ ഡോട്ട് ഇട്ട ബ. വെരി ഗുഡ്. അടുത്തത്. എന്താ താറാവിനെ പോലെ എഴുതിയാൽ എന്താ? ഇങ്ങനെ എഴുതിയാല് നീ. നീട്ടാനല്ല, ഇതുണ്ട്, മേലെ വരണ്ട്. അല്ല, ബുനി. വെരി ഗുഡ്. ബുനിയ. വെരി ഗുഡ്. അങ്ങനെയാണ് ഒറ്റക്ക് വായിച്ചു പഠിക്കുക.
bu, ആ bu, ആ ഇതന്നെയാണ് ഇതന്നെയാണ് ഇതിനങ്ങനെ ഇതിങ്ങനെ ആ ti, ബുയൂത്തി വെരി ഗുഡ് ആ buti, ആ was, ഉം, sa, ഉം, ba, ഉം. wasabat, അല്ല സാ നീട്ടാനില്ലല്ലോ ഇവിടെ നീട്ടാനില്ലല്ലോ wasabat, വസബ വെരി ഗുഡ് ആ അടുത്തത് ya, ഉം, si, ഉം. bu, മാഷാ അല്ലാ മബ്രൂക്ക് bu, ബറക്കല്ലാഹു ഫീക്ക് അൽഹംദുലില്ലാ നന്നായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടാ മാഷാ അല്ലാ മബ്രൂക്ക് ഓക്കെ ഇനി അടുത്തത് ആരാണ് അടുത്തത് അയിനം വായിച്ചേ അയിനം അയിനം അല്ലേ അടുത്ത വായിക്കുന്നേ അത് അയിനം പോയാ അയിന് വായിച്ചേ അത് കഴിഞ്ഞിട്ട് സഹറ വായിച്ചോളൂ baba, ബാബാ വെരി ഗുഡ് മാഷാ അല്ലാ മബ്രൂക്ക് ആ ഒരു മിനിറ്റ് അടുത്തെടുത്ത് തരാം ഓക്കെ ഒരു മിനിറ്റ് ആ ഓക്കെ ഞാൻ അണ്ടർലൈൻ വായിക്കുന്നു ആ ഓക്കെ വായിച്ചേ ബാക്കിയുള്ളവർ വിരൽ വെച്ച് കേൾക്കട്ടാ ഞാൻ നോക്കണ നോക്ക് സഹറമോള് നോക്കിക്കോ ആ എല്ലാവരും എനിക്ക് കാണുന്നില്ല എന്താണ് baba, ആ വെരി ഗുഡ് ആ ya, ആ മുകളിൽ 2 ഡോട്ട് ഇതാ ഓ അവിടെ പോയി tu, എഴുതിയ ആ തൂ തൂ യതൂ ഇതെന്താ ബാബി ബൂ ബൂ ആണതേ അപ്പോ യതൂ ആ വെരി ഗുഡ് യതൂബു എന്താണ് bu, യതൂബു ഓക്കെ അതിനെ മാത്രം വായിച്ചാൽ മതി ഓക്കെ അടുത്തത് saba, കുറച്ച് അടുത്തോട്ട് നിന്നോ അന്ന് എനിക്ക് സ്ക്രീന് കാണുള്ളൂ ആ saba, വെരി ഗുഡ് ആ ya, ആ so, ആ bu, ആ മാഷാല്ലാ മബ്രൂക്ക് നൗറ നൗറ അതിനെ വായിക്കണത് ശ്രദ്ധിക്കട്ടാ ഓക്കെ അടുത്തത് വായിച്ചോ sa, ആ എന്താണ് എന്താ va, ആ വെരി ഗുഡ് ആ സവാ എന്താ ഇപ്പൊ ബാബീബു മറന്നുപോയോ നമ്മള് ബാ ബീ ബൂ പഠിച്ചില്ലേ അതെന്താ മറക്കണേ ദാ ഇവിടെയൊക്കെ അതന്നെയല്ലേ ബൂ അതേപോലെ ഇവിടെയും ബൂ സവാബു എന്താണ് sa, സവാ saba, ബു bu, ആ ഒന്നും കൂടി പറഞ്ഞേ sabu, സവാബു സവാബു അറബിയില് നല്ല അർത്ഥമുള്ളൊരു വാക്കാണിത് സവാബു ഓക്കെ ആ അടുത്തത് വായിച്ചേ ba, ഉം ബീ ബാബി ആ ബാബി അപ്പൊ ബാബി അടുത്തത് babi, അടുത്തത് bana, ആ സഹ്റ ഉറങ്ങിയ സഹ്റ ഉറങ്ങിയ ഉറങ്ങല്ലേ അടുത്തത് മോള് വായിക്കണം കേട്ടാ അടുത്ത മോള് വായിക്കണം ഒന്ന് മുഖം കഴുകിട്ട് വാ എന്നിട്ട് പോയി ഉറങ്ങിക്കട്ടാ ഉറങ്ങിയോ മുഖം കഴുകി വാ അത് കഴിഞ്ഞിട്ട് വായിക്കട്ടാ ഓക്കെ ഞാൻ അടുത്ത വായിച്ചാ അതിനും വായിക്ക് ഉം. ya, ആ ebina, മാഷാ അല്ലാ മബ്രൂക്ക് ആ ഓക്കെ ആ ആരും പറഞ്ഞു കൊടുക്കരുത് അവൾ ഒറ്റക്ക് വായിക്കട്ടെ ആ, അടുത്തത് ba, അല്ല മുകളിൽ ഡോട്ട് ഇട്ടാല് ന താഴെ ഡോട്ട് ഇട്ടാല് ബാ മുകളിൽ ഡോട്ട് ഇട്ടാല് ഇത് ഞാണ് ഞാ na, ആ അടുത്തത് ഇതാ താഴെ ഡോട്ട് ഇട്ട ആള് വന്നല്ലോ ഞാ ba, ബാ വെരി ഗുഡ് ആ അടുത്തത്
Ya. ആ No. ആ Bo. ആ മാഷാഅല്ലാ മബ്രൂക്ക്. സഹറ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ കേട്ടാ. സഹറ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. ഓടി ഓഫ് ചെയ്താളി, നിങ്ങൾ ലീവ് ചെയ്താളി, നാളെ വായിപ്പിച്ചോളാം ഞാൻ. ഓക്കെ, അടുത്ത് വായിക്കും മോളെ. Bata. ഒരു മിനിറ്റ്, എന്താണ്? Bat. സഹറിനൊന്ന് വായിപ്പിക്കുവോ? അതാ ഇപ്പൊ കഴിയും. അതിനെന്റെ കഴിഞ്ഞ സഹർ തന്നെയാണ്. ഒന്ന് മുഖം കഴുകി കൊണ്ടുവന്നാള്, മുഖം കഴുകി എത്തിക്കോളെ. ഞാൻ അടുത്തത് അവളെ വായിപ്പിക്കണം. ഞാൻ അവൾക്ക് വല്ലാണ്ട് ഉറക്കം വന്നിക്കണമെങ്കിൽ ഞാൻ നാളെ വായിപ്പിച്ചോളാം കേട്ടാ. ഓക്കെ, മോള് വായിച്ചോ, അതിനും വായിച്ചോ. Bata. ബാത്ത, വെരി ഗുഡ്. ആ അടുത്തത്. Ya. ആ Nambata. അല്ലല്ല, യാ. Ya. ആ Bi. ആ To. ആ മാഷാഅല്ലാ മബ്രൂക്ക്. ഒറ്റക്ക് വായിക്കണം കേട്ടോ. അറിയാത്തത് ടീച്ചർ പറഞ്ഞുതരും, ഉമ്മച്ചി പറഞ്ഞു തരാൻ പാടില്ല. ഓക്കെ, അടുത്ത് വായിച്ചോ. ആ വായിച്ചോ. വായിച്ചോ. Ba. ബ. ആ ബന. Bana. ആ വെരി ഗുഡ്. ആ അടുത്ത്. Ba. ആ I. ആ ബനി. Bani. എങ്ങനെ വായിക്കേണ്ടതെന്ന് അറിയോ? ഓരോ അക്ഷരം വായിച്ചിട്ട് കൂട്ടി വായിക്കാം. ബനി, ബ നീ, ബനി. ആ അടുത്ത് വായിച്ചേ. Bani. ആ അങ്ങനെ. Ba. ആ No. ആ നു നു. No. ആ നൂനിനൊന്ന് കെട്ടിക്കേ. നൂ. No. ആ അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? നാ ഉണ്ട്, നീ. എവിടെ നീ? നീ ഇതാ ഇവിടെ പോയാ. ആ ഇതാ നീ. ഇവിടെ നൂ. അപ്പൊ ബനു, അല്ല ബന. ഇത് ബന, ഇത് ബനി, ഇത് ബനു. ഓക്കെ. ആ ഇനി അടുത്ത് വായിച്ചേ. ആ ഇത് വായിച്ചേ. ആ സാ. Sa. ആ നേരത്തെ പഠിച്ചു തന്നെ. ഇതാ ഇവിടെ ബനി പഠിച്ചില്ല, അതേപോലെ നീ. Ni. ആ അപ്പൊ ഒരുമിച്ച് വായിച്ചേ. Sa. ആ Ni. സാനി. ആ സാനി. ആ അടുത്തത്. വേഗം Sani. വേഗം വായിക്ക്. അടുത്തത്. Sa. ഉം Ba. ആ Ta. ആ മാഷാഅല്ലാ മബ്രൂക്ക്. ഇനി ഒരുമിച്ച് വായിക്ക്. സാബത. Tapeta. ആ ആ ആ അടുത്തത്. Yo. ആ Sa. ആ Be. ഉം To. ഉം മാഷാഅല്ലാ മബ്രൂക്ക്. യുസാബിതു. Sabito. ആ അടുത്തത്. So. ആ Go. ആ To. ആ മാഷാഅല്ലാ മബ്രൂക്ക്. ആ ഒരുമിച്ച്. സുബൂത്തു. Subuto. ആ വെരി ഗുഡ്. ആ അടുത്തത്. No. ആ നൂ. Nu. ആ No. നൂ. ആ നൂനു. ആ അടുത്തത്. No. ആ നൂനു. അടുത്തത്. Bo. ആ ബു. Bu. ഉം Ya. അല്ല, നി നി ബുനിയ. Ni. ബുനിയ. ബുനിയ.
ആ ബുനിയ ബുനിയ Num. ആ Bunia. ആ ഓക്കെ ആ അടുത്തത് Bo. ആ Yuka. ആ Ti. ആ മാഷാഅല്ലാ മബ്രൂക്ക് ബുയൂത്തി ഓക്കെ ആ അടുത്തത് Ubiti. ആ ബുയൂത്തി യുബൂത്തി അല്ല ബുയൂത്തി ഫസ്റ്റില് ബുയൂത്തി Ma. ആ Sa. ആ Ba. ബസബ വെരി ഗുഡ് ആ Ba. അടുത്തത് Ya. ആ Si. ആ Bo. ആ യസിബു Happy. യസിബു അല്ലേ മാഷാഅല്ലാ മബ്രൂക്ക് ബറക്കല്ലാഹു ഫീക്ക് നന്നായി ഓതിയല്ലോ നന്നായി വായിച്ചു ട്ടോ ഓക്കെ ബറക്കല്ലാഹു ഫീക്കും അടുത്തത് പിന്നെ സഹറ അല്ല അത് വേണ്ട അത് നമ്മൾ ആദ്യം പഠിച്ചത് അത് വേണ്ട ഓക്കെ അപ്പൊ അൽഹംദുലില്ലാ നന്നായി പഠിച്ചിട്ട് ഇനി വർക്ക് എഴുതിക്കട്ടാ മാഷാഅല്ലാ മബ്രൂക്ക് ബറക്കല്ലാഹു ഫീക്ക് ഓക്കെ ഇനി സഹറ മോള് വായിച്ചേ ഉറങ്ങിയാ വായിച്ചേതാ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കട്ടാ Ba. Ba. ആ മാഷാഅല്ലാ മബ്രൂക്ക് ബാബാ ആ വായിച്ച പുറക്കൊക്കെ പോയല്ലോ ഓക്കെ ആ അടുത്തത് വായിച്ചേ ആ എന്താ Ta. Ba. മാഷാഅല്ലാ മബ്രൂക്ക് ആ അടുത്തത് ഉം Yetubu. ആ മാഷാഅല്ലാ മബ്രൂക്ക് യതൂബു അൽഹംദുലില്ലാ നന്നായി വായിക്കുന്നുണ്ടല്ലോ ആ അടുത്തത് Baba. മാഷാഅല്ലാ മബ്രൂക്ക് ആ യാ Yasubu. ആ വെരി ഗുഡ് അടുത്തത് എന്താ Nombor panggote. നൂറ് എന്താ പറയുന്നേ സഹ്റ വായിക്ക് Panggote. Panggote. ബാങ്ക് കൊടുക്കണ്ട അന്ന് മുണ്ടാതിരുന്നു സഹ്റ മുണ്ടല്ല നൗറ മുണ്ടാതിരുന്നു Sawabu. ആ സവാബു Sawabu. സവാബു ഇല്ല സവാബു എന്താണ് സവാബ് Sawabu. വെരി ഗുഡ് ആ അടുത്തത് അടുത്തത് Babi. ആ ആ ആ Babi. മാഷാഅല്ലാ വെരി ഗുഡ് ആ ബാബി ആ അടുത്ത് Bana. മാഷാഅല്ലാ വെരി ഗുഡ് യ Yabinu. വെരി ഗുഡ് യബീനു യാ നീട്ടുന്നില്ല യബീനു Yabinu. Yabinu. ആ വെരി ഗുഡ് ആ നാബ അടുത്തത് Naba. വെരി ഗുഡ് ആ അടുത്തത് ഓരോ അക്ഷരമായിട്ട് വായിച്ചോ എന്നിട്ട് കൂട്ടി വായിക്കാം ഈ മനസ്സിൽ വായിക്കണത് ഉറക്കം വായിക്കാം എന്നാൽ ബാക്കിയുള്ളവർക്കും കൂടി പഠിക്കാലോ യാ Yanubu.
ഈ മനസ്സിൽ വായിച്ചിട്ട് ഒരുമിച്ച് വായിക്കാല്ലേ? ഉറക്കെ വായിച്ചോ, എന്നാ അവർക്ക് കൂടി Daniel. കേൾക്കാലോ. ആ, ഓക്കെ. അടുത്തത്. Bapak. വെരി ഗുഡ്. ആ. ഉം. Ya bitu. ഓക്കെ, മബറൂക്ക്. ഓക്കെ, അടുത്തത് വെച്ചുതരാം. അടുത്തത് ഒരു മിനിറ്റ്, സ്ക്രീൻ ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഓക്കെ, ആ വായിച്ചു. ആ, ഓരോ അക്ഷരമായിട്ട് വായിച്ചു നോക്കി. ഈ മനസ്സിൽ വായിക്കണ ഉറക്കം വായിക്കും. Banyak. വെരി ഗുഡ്. ആ, അടുത്തത്. Bani. വെരി ഗുഡ്. ആ, അടുത്തത്. അടുത്തത്. ഉം. Banyak. മബറൂക്ക്. ആ, അടുത്തത്. ഓക്കെ, അടുത്തത് ഇതാ. Sani. റാണി. Sani. വെരി ഗുഡ്. മാഷാഅല്ലാ, മബറൂക്ക്. അടുത്തത്. ഓക്കെ, അടുത്തത് ഇതാ ഇവിടെ. വെച്ചു പോയാ. എന്താ അത് ഉറക്കം വായിക്കും, ഞങ്ങൾക്കും കേക്കട്ടെ. മനസ്സിൽ വായിക്കുന്ന ഉറക്കം വായിക്കും. Sahabat. Sabata. സാബത്ത. ഈ മനസ്സിൽ വായിച്ചിട്ട് പിന്നെ ഓക്കെ. സാബത്ത. ഓരോ അക്ഷരമായിട്ട് ഇങ്ങനെ ഉറക്കം വായിച്ചു നോക്കിയേ. യു സാബിതു. യുസാബിതു. Yusabitu. വെരി ഗുഡ്. അടുത്തത്. Su. Bung. Tu. Subutu. വെരി ഗുഡ്. സുബൂത്തു. ഇനി അടുത്തത്. Nyu. Nyu. വെരി ഗുഡ്. അടുത്തത്. Bu. Bu. Niwa. Buniwa. വാ അല്ല, യ. താറാവിനെ പോലെയുള്ള യ അല്ലേ ഇത്? യ. വാ ഇതാണ്. വാ ഇതല്ലേ? Bunia. വെരി ഗുഡ്. Bunia. വെരി ഗുഡ്. Bu. Bu. Tu. അല്ല, യു. അടിയിലാണ് ഡോട്ട്. യു. Yu. ഇനി Ti. ബുയൂത്തി. കണ്ട, യാന്റെ ഡോട്ട് താഴെ. Buyuti. ബുയൂത്തി. വെരി ഗുഡ്. അടുത്തത്.
വാ സാ ആ ബാ വസബ വസബ വെരി ഗുഡ് ഓക്കെ യാ സി ബു യസിബു യസിബു ഓക്കെ മാഷാഅല്ലാ മബ്റൂക്ക് ബറക്കല്ലാഹു ഫീക്കും അൽഹംദുലില്ലാ ഉഷാറായിട്ട് വായിച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ എന്നാ 3 പേരൊന്ന് വായിച്ചു അല്ലേ ഓക്കെ അൽഹംദുലില്ലാ നന്നായി വായിച്ചു കേട്ടോ അമാന വായിച്ചു ഐനം വായിച്ചു സഹറ വായിച്ചു അപ്പൊ ഇൻഷാല്ലാ ബാക്കി പേര് നമ്മള് നാളെ കേട്ടോ പിന്നെ ആരൊക്കെ ആദം ഇപ്പൊ വന്നിട്ടുള്ളൂ ആദം ടീച്ചറെ നേരത്തെ ഉണ്ട് ഉണ്ടാ അപ്പൊ ഞാൻ കണ്ടിട്ടില്ല എയ്സ ഇന്നിപ്പോ വായിക്കാൻ കയറിയിട്ട് വായിക്കാൻ പറ്റില്ല കുഴപ്പമില്ല നാളെ ബാക്കിയുള്ളവര് നാളെ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ നമ്മള് ഇവര് വായിക്കുമ്പോ അതിങ്ങനെ നോക്കിയാൽ മതിട്ടോ അപ്പൊ നിങ്ങക്ക് നാളെയും തന്നെ വായിച്ചവരും നോക്കണം പിന്നെ വർക്കും എഴുതി തുടങ്ങിക്കോളിട്ടോ ഓരോ പേജ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല ബാക്കിയുള്ളവരെ നാളെ ഇൻഷാല്ലാ ഇതേപോലെ നമുക്ക് വായിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നാളെ ഒന്നും കൂടി കേട്ടില്ല പറ ഇന്ന് ഏത് പേജ് എഴുതേണ്ടത് ഇന്നോ ഇന്ന് നിങ്ങക്ക് അറിയുന്ന ഭാഗം എഴുതിയാൽ മതി അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എഴുതാൻ കഴിയില്ലേ നാളെ ഞാനൊന്ന് വായിക്കാം ഏത് 16ാമത്തെ പേജ് എഴുതിക്കോളി ബാബ ബാബി ബാന യബീനു അത്രേ എഴുതാനുള്ളൂ അപ്പൊ അങ്ങനെ ബാബ എന്നുള്ളതിന്റെ അടിയില് 2 ലൈന് വിട്ടിട്ട് അല്ല 1 ലൈന് വിട്ടിട്ട് പിന്നെ 3ാമത്തെ ലൈന് അല്ലേ 1 ലൈന് വിടുക ബാബ എന്ന് എഴുതിയതിന്റെ അടിയിൽ 1 ലൈന് വിടുക പിന്നെ 1 2 3ാമത്തെ ലൈനിൽ എഴുതുക അങ്ങനെ 9 ലൈനാണ് എഴുതണ്ടാവുക കേട്ടോ ഓക്കെ അപ്പൊ ഇനി എന്താണ് പെന്നേറ്റ് എഴുതട്ടെ എന്നാ അത് അവള് കംപ്ലീറ്റ് ആക്കി അടുത്ത പേജ് എഴുതട്ടെ എന്ന് എഴുതിക്കോ അല്ല ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്ടാച്ചിട്ടാ പറയുന്നത് നിങ്ങൾക്ക് ഒക്കെ എഴുതാൻ കഴിയുമെങ്കിൽ ഒക്കെ എഴുതിക്കോളി പിന്നെ ഉമ്മമാര് എന്നെ ചീത്ത പറയും ഈ ടീച്ചർ ഒരുപാട് എഴുതാൻ കൊടുത്തിക്കണെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ 16 പറഞ്ഞത് 17 18 നിങ്ങൾക്ക് കഴിയുന്നത് എഴുതിക്കോളി കേട്ടോ കാരണം അതിനുശേഷം 21ാമത്തെ പേജ് വരെ നിങ്ങൾക്ക് ഈ യൂണിറ്റ് 2ന്റെ വർക്ക് എഴുതാനുണ്ട് ഓക്കെ അപ്പൊ മാഷാല്ലാ ഐനം അമാന സഹ്റമോള് ഇവര് 3 പേരൊന്ന് വായിച്ചു തന്നു ഇനി നാളെ എയ്സ ഫായിഖ് പുതിയ സ്റ്റുഡൻ്റ് ആണ് ആദം നൗറ പിന്നെ ആരെങ്കിലും ഉണ്ടോ ആയിഷ ആയിഷ വായിച്ചിട്ടില്ലല്ലോ ഓക്കെ നിങ്ങൾ 5 പേരും ഇൻഷാല്ലാ നാളെ വായിക്കാം കേട്ടോ ഇന്ന് ലീവ് ഉള്ളവരുണ്ട് ജുവൈരി അവിടെ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും നന്നായി പഠിച്ചിട്ട് വരിക ഇപ്പൊ ഇങ്ങനെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറവില്ലേ നാളെയും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിട്ടോ ഫായിഖ് ഇതുപോലെ വായിച്ചിട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ നാളെ ഇൻഷാല്ലാ അതേ ടൈമിൽ കാണാം ഓക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബറക്കല്ലാഹു ഫീക്കും ബൈ 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 ഓക്കെ